നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പെന്തിക്കോസ് ദിനത്തിലുണ്ടായ നിഗൂഢമായ സംഭവം, അതിൽ അഗ്നി, നാവുകൾ, അതായത് മറുഭാഷ, ഊർജം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു അത്ഭുതം മാത്രമായിരുന്നില്ല, മറിച്ച് പുരാതന യോഗികൾ കുണ്ടലിനി ഉദയം, അതായത് കുണ്ടലിനി റൈസിംഗ് എന്ന് വിളിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ആത്മീയ ഉണർവ് ആയിരുന്നു അത്. പുരാതന ഇന്ത്യൻ യോഗിക് പാരമ്പര്യങ്ങളിൽ കുണ്ടലിനി നമ്മുടെ നട്ടെല്ലിന്റെ അടിഭാഗത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു നിദ്രാശക്തിയാണ്. പലപ്പോഴും കുണ്ടലിനിയെ ഒരു സർപ്പവുമായി ചിത്രീകരിക്കപ്പെടുന്നു. ധ്യാനം, ഭക്തി അല്ലെങ്കിൽ ദിവ്യ കാരുണ്യത്തിലൂടെ ഉണർന്നിരിക്കുമ്പോൾ ഈ ഊർജം, അതായത് കുണ്ടലിനി ശക്തി, നമ്മുടെ ജ്യോതിഷ ശരീരത്തിലുള്ള 7 ചക്രങ്ങളിലൂടെ ഉയർന്ന് ആത്മീയ ഉൾക്കാഴ്ച, ശാരീരിക സ്പന്ദനങ്ങൾ, ചിലപ്പോൾ അമാനുഷിക സമ്മാനങ്ങൾ എന്നിവയെ ജ്വലിപ്പിക്കുന്നു. ഇത് വെറുമൊരു രൂപകമല്ല. അത് അനുഭവിച്ച പലരും തീവ്രമായ ചൂട്, വിറയൽ, അജ്ഞാത ഭാഷകളിൽ സംസാരിക്കൽ, ദർശനങ്ങൾ, ദിവ്യ സാന്നിധ്യത്തിൻ്റെ ഒരു അതിശക്തമായ ബോധം എന്നിവയെ വിവരിക്കുന്നു. ഈ പറഞ്ഞതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പെന്തിക്കോസ്ത് നാളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് സംഭവിച്ച കാര്യങ്ങളുമായി നല്ല സാമ്യമുണ്ട്, അല്ലേ? നമുക്ക് 2000 വർഷങ്ങൾ പിന്നിലോട്ട് പോകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ യെരുശലേമിലെ ഒരു മാളിക മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു. വിശുദ്ധമായ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശക്തമായ കാറ്റ് പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ആ സ്ഥലം നിറച്ചു. ഈ ജ്വാലയുടെ നാവുകൾ അവരിൽ ഓരോരുത്തവർക്കും മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ള ആളുകൾ തങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് കരുതി. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ല, ഇത് പ്രവാചകനായ ജോയൽ പറഞ്ഞതാണ്. അവസാന നാളുകളിൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ഇത് വെറുമൊരു സംഭവമായിരുന്നില്ല, അതൊരു ഊർജ്ജസ്വലമായ സ്ഫോടനമായിരുന്നു. നമുക്കിനി ഈ 2 പ്രതിഭാസത്തെ താരതമ്യം ചെയ്യാം, അതായത് കുണ്ടലിനി ശക്തിയും പിന്നെ പെന്തിക്കോസ്ത് നാളിൽ സംഭവിച്ച ആ ഒരു കാര്യവും. ഈ 2 കാര്യത്തിലും ശരീരത്തിലെ ചൂടും തീയും ഒരു ഘടകമാണ്. അന്യഭാഷകളിൽ സംസാരിക്കൽ ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിലും യോഗ നിദ്രയിലും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് 2ലും ഒരു ശക്തമായ ഊർജത്തിൻ്റെ ഉണർവുമുണ്ട്. 2ഉം യഥാർത്ഥത്തിൽ ഒരേ ആത്മീയ പ്രതിഭാസമാണെങ്കിലോ ഒരു സർവത്ര ഊർജം, ഒരു ദിവ്യ ഉണർവ്. ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതിനെ പരിശുദ്ധാത്മാവെന്നും യോഗിക് വിശ്വാസത്തിൽ ഇതിനെ ശക്തിയെന്നും വിളിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു മഹാനായ യോഗിയായിരുന്നു. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. 1. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ധ്യാനിച്ചു, ഉപവസിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്തെന്നാൽ ഊർജത്തിലൂടെയും സ്പർശനത്തിലൂടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഓരോ അസുഖങ്ങളും അവസ്ഥകളും സുഖപ്പെടുത്തി. പിന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സംസാരിച്ചു. പിന്നീട് നിശബ്ദത, ഉപവാസം, ത്യാഗം എന്നിവയെ കുറിച്ചെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തോമാശ്ലീഹയുടെ സുവിശേഷം പോലുള്ള ചില പുരാതന ഗ്രന്ഥങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ആന്തരിക രസതന്ത്രത്തിൻ്റെ ഒരു അധിപനായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അതായത് ഇന്നർ ആൽക്കമിസ്റ്റ്. തോമാശ്ലീഹയുടെ സുവിശേഷം, ഒറ്റിക്കൊടുത്തവൻ്റെ സുവിശേഷം, അതായത് ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ സുവിശേഷം, ഇതിനെ
ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു യോഗി കൂടെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിൽ ചിലർ പറയുന്നത് അദ്ദേഹം തൻ്റെ നഷ്ടപ്പെട്ട വർഷങ്ങളിൽ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നാണ്. ഇതിനെക്കുറിച്ചും നമ്മളൊരു വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ട് ഉള്ളതാണ്. പരിശുദ്ധാത്മാവും കുണ്ടലിനിയും ഒരേ ദിവ്യ സത്താണെങ്കിലും വ്യത്യസ്ത സംസ്കാരങ്ങളിലൂടെ സഞ്ചരിക്കുകയും വ്യത്യസ്ത പുരാണങ്ങൾ ധരിക്കുകയും അതേസമയം ഒരേ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുവെങ്കിലോ ഒരു പക്ഷേ പെന്തിക്കോസ്റ്റ് ദിനം വെറുമൊരു ക്രിസ്തീയ അത്ഭുതം മാത്രമായിരുന്നില്ല. പക്ഷേ ദിവ്യ ശക്തി, പ്രപഞ്ച ശക്തി, പരിശുദ്ധാത്മാവ് അഗ്നി പോലെ ഉയർന്നു വന്ന ലോകത്തെ മാറ്റി മറിച്ച ഒരു സാർവത്രിക ഉണർവ് നിമിഷമായിരിക്കാം. പക്ഷെ സത്യങ്ങളെ വിഭജിക്കുന്നത് നിർത്തി കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ജ്ഞാനത്തെ ഒന്നിപ്പിക്കാൻ തുടങ്ങേണ്ട സമയമാണ്. ഈ ഒരു വീഡിയോ നിങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചെങ്കിൽ, ആശ്ചര്യപ്പെടാൻ പ്രേരിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും ഉണർന്നതായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.